അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിനായി പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം അത് ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ കൂട്ടുകാരെല്ലാവരും വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുമ്പോൾ താൻ എങ്ങനെയാണ് ഇവിടെ നാട്ടിലെ ലോക്കൽ വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നുള്ള പ്രവണതയാണ് എല്ലാവരും തുടർന്നുകൊണ്ടിരുന്നത്. എന്നാൽ വിദേശ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയോ അതിന്റെ ലക്ഷ്യങ്ങളോ അവർ തന്നെ കൃത്യമായി പരിപാലിക്കുന്നില്ല, നോക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ കിട്ടുന്ന പാർട്ട് ടൈം ജോലികൾ അല്ലെങ്കിൽ കിട്ടുന്ന സ്റ്റെപ്പിനി അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി ആസൂത്രണം ചെയ്ത് അവിടെ എന്തെല്ലാം പഠിക്കാൻ പറ്റും, ശേഷം എൻ്റെ കരിയർ എന്താകും എന്നെല്ലാം ചിന്തിച്ചു പോകുന്നവർ തുലവും തുച്ഛമാണ്. ആഗോളവൽക്കരണം മുതലാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിനായി പോകുന്നവരുടെ എണ്ണം ഇങ്ങനെ തുടർന്ന് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലും ഒരുപാട് വർദ്ധിച്ചു വന്നിട്ടുണ്ട്. എന്താണ് നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് ഇങ്ങനെ കുടിയേറിപ്പോകാൻ കാരണം? IIT, IIM, ഐസർ, എയിംസ് പോലത്തെ വലിയ അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകൾ നമ്മുടെ ഇന്ത്യയിൽ തുലവും തുച്ഛമാണ്. വിരലെണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ QS യൂണിവേഴ്സിറ്റി റാങ്കിൽ പ്രസിദ്ധീകരിച്ച 200ഓളം ലോകത്തെ ഏറ്റവും നിലവാരമുള്ള സർവകലാശാലകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ആദ്യത്തെ 200 എണ്ണത്തിൽ വെറും 2 എണ്ണം മാത്രമാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളത്. ബാക്കിയൊന്നും ഇവിടെ പോയി. മറ്റു കാനഡ, അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി പോലത്തെ വികസിത രാജ്യങ്ങളിൽ അവിടെയുള്ള അധിക സർവകലാശാലകളും ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് മനസ്സിലാവുന്നത് നമ്മുടെ രാജ്യത്തുള്ള സർവകലാശാലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അവിടെയുള്ള അധ്യാപകന്മാരുടെ ക്വാളിറ്റികൾ എല്ലാം വളരെ ലോ ക്വാളിറ്റിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കുന്ന വിദ്യാർത്ഥികൾ ഉടനടി വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിനായി പോകുന്ന പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ തൊഴിലില്ലായ്മയും ഒരു മുഖ്യ പ്രശ്നമാണ്. വിവിധ IT കമ്പനികളും മറ്റു വലിയ സ്ഥാപനങ്ങളും എല്ലാം ആധുനിക സാങ്കേതിക വിദ്യകളും AI എല്ലാം ഉപയോഗിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതോടെ ഇവിടുത്തെ ജോലിക്കാരെ അവർ പരമാവധി കമ്പനിയിൽ നിന്ന് ഒഴിവാക്കി വരികയാണ്. പിന്നീട് വലിയ ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥികൾക്കൊന്നും ഇവിടെ പഠിക്കുവാനുള്ള സാഹചര്യങ്ങളില്ല. അങ്ങനെയാണ് അവർ വിദേശത്തേക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശത്ത് നിന്ന് ഒരുപാട് പണം നമ്മുടെ ഈ രാജ്യത്തേക്ക് വരുന്നുണ്ട്. പ്രവാസികളിൽ നിന്ന് എത്രയോ പണം വരുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ കാണുന്ന ഇന്നത്തെ വികസനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രവാസികളിൽ നിന്ന് വരുന്ന പണത്തേക്കാൾ ഏറെ പണം വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുവാൻ ചിലവഴിക്കുന്നുണ്ട് എന്നാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ ഒരു ചിലവ് നോക്കുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു വർഷം വിദേശത്ത് പഠിക്കാൻ വേണ്ടി ചെലവ് എന്ന് പറയുന്നത് 15 ലക്ഷം മുതൽ 50 ലക്ഷം വരെ വരും എന്നുള്ളതാണ്. ഇത്രയും പണം നമ്മുടെ രാജ്യത്ത് നിന്ന് നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, മിടുക്കരായ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം അവർ പഠനശേഷം അവിടെ ജോലി തുടരുകയും അവിടെ ഫാമിലിയുമായി സെറ്റ് ആവുകയും ചെയ്യുന്നു. ശേഷം ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. ഇവിടുത്തെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സംസ്കാര രീതിയോ ഒന്നും അവർ ഇഷ്ടപ്പെടുന്നില്ല. അവിടുത്തെ രീതി കണ്ട് ഇഷ്ടപ്പെടുന്നു. പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അതുകൊണ്ട് ഉപകാരമില്ല. അതുപോലെ വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിന് എന്ന് പറഞ്ഞു വേണ്ടി പോകുമ്പോൾ അവിടെയുള്ള സ്ഥാപനങ്ങൾ എത്രമാത്രം ക്വാളിറ്റി ഉള്ളതാണെന്ന് കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വിദേശ വിദ്യാഭ്യാസത്തിന് അവസരങ്ങളുണ്ട്, സൗജന്യമായി അവിടെ ഭക്ഷണമുണ്ട്, യാത്രയുണ്ട് എന്നെല്ലാം പറഞ്ഞ് പയമ്പോയേക്ക് ഓടിച്ചാടി വിസ എടുക്കേണ്ടതില്ല. അങ്ങനെ കുടുങ്ങിയ ഒരുപാട് പേരുടെ വാർത്തകൾ നമുക്ക് നിരന്തരം കേൾക്കുവാൻ സാധിക്കും. നമ്മൾ പോകുന്ന സ്ഥാപനത്തെക്കുറിച്ച് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിയുമെങ്കിൽ അങ്ങനെ ബന്ധപ്പെട്ട് അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ പരിശോധിച്ച് നോക്കണം ആദ്യം. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ സാങ്കേതിക വിദ്യകളുള്ള കാലമാണ്. ഇന്റർനെറ്റ് സെർച്ച് ചെയ്തുകൊണ്ട് അവിടുത്തെ അവസ്ഥകൾ എന്താണ്, അവിടുത്തെ സ്ഥാപനത്തിന്റെ നിലവാരം എത്രയാണെന്നെല്ലാം കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രം യാത്ര ചെയ്യുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്.